അവൻ വിളിച്ചു പറഞ്ഞു. ക്ഷണനേരം കൊണ്ട് യേശുക്രിസ്തു അവൻ്റെ അരികിലേക്ക് എത്തി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാ എസ്തഫാനോസ് പറയുകയാണ്, എൻ്റെ ആത്മാവിനെ ഞാനിതാ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവൻ്റെ ജീവൻ അങ്ങനെ അവൻ അർപ്പിച്ചു. എസ്തഫാനോസ് ഈ ഭൂമിയിൽ യോഗ്യമായി വന്ന സ്വർഗത്തിന് യോഗ്യമാതാവ് ജീവിച്ചപ്പോൾ അവൻ്റെ മരണനിമിഷങ്ങളിൽ യേശു അവൻ്റെ അരികിലേക്ക് വന്നു. യേശുവിൻ്റെ കൈകളിൽ കടന്ന് അവൻ മരിച്ചു. യേശുവിൻ്റെ മുഖം കണ്ടുകൊണ്ട് അവൻ ഈ ലോകം വിട്ടുപോയി. യേശു ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് അവൻ മരിച്ച് യേശു ക്രിസ്തു അവനെ എതിരേറ്റ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. മറ്റൊരു ദൈവ പൈതൽ ഈ ലോകം വിട്ടുപോയ രംഗമാണ് അപ്പോസ്തല പ്രവർത്തനം 7-ാം അധ്യായം 56 മുതലുള്ള വാക്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനിയും മറ്റൊരു രംഗം നമ്മൾ കാണുകയാണ്. അത് അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായം 9-ാം വാക്യമാണ്. യേശു എങ്ങനെയാണ് എടുക്കപ്പെട്ടത്? യേശു മരിച്ച് അടക്കം ചെയ്യപ്പെട്ടു. 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേറ്റു. അവൻ സ്ലീഹന്മാരോട് തൻ്റെ ശിഷ്യന്മാരോടും കൂടെ ദിവസങ്ങൾ വ്യാപരിച്ച് അതിനുശേഷം സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യേണ്ട ദിനങ്ങൾ ആഗതമായി. ഇതാ അവൻ തൻ്റെ അപ്പോസ്തലന്മാരെ ഒലിവ് മലയിലേക്ക് ഒരുമിച്ച് കൂട്ടി. അവൻ അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ഒരു മേഘം വന്ന് അവനെ അവരിൽ നിന്ന് മറച്ചു കളഞ്ഞു. ഇത് നമ്മൾ വായിക്കുന്നത് അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായം 9-ാം തിരുലിഖിതത്തിലാണ്. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ നോക്കി നിൽക്കെ അവൻ ഉന്നതങ്ങളിലേക്ക് സംവഹിക്കപ്പെട്ടു. ഒരു മേഘം വന്ന് അവനെ അവരുടെ ദൃഷ്ടിയിൽ നിന്ന് മറച്ചു കളഞ്ഞു. അവൻ മേഘത്താൽ സംവഹിക്കപ്പെട്ടു. യേശു രണ്ടാമത് വരുന്നതിനെ കുറിച്ച് ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? തൻ്റെ ശക്തരായ ദൂതന്മാരോടുകൂടെ അഗ്നിജ്വാലകളുടെ മധ്യേ വാനമേഘങ്ങളിൽ അവൻ വീണ്ടും വരും. അവൻ മേഘങ്ങളിൽ എടുക്കപ്പെട്ടു, അവൻ വാനമേഘങ്ങളിൽ തിരികെ വരും. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വീണ്ടും ദൈവത്തിന് പ്രിയങ്കരായവരെ സ്വീകരിക്കുന്ന മറ്റൊരു രീതിയെക്കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. അത് നമ്മൾ വായിക്കുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായം 19 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ ധനവാന്റെയും ലാസറിൻ്റെയും സംഭവമാണ് വിവരിക്കുന്നത്. ലാസർ ദൈവത്തിന് സ്വീകാര്യനായി, ദൈവത്താൽ അവൻ നീതീകരിക്കപ്പെട്ടു. ദൈവത്തിന് പ്രിയനായ, ദൈവത്താൽ നീതീകരിക്കപ്പെട്ട ലാസർ എങ്ങനെയാണ് സംവഹിക്കപ്പെട്ടത്? ലൂക്ക 16:22 പഠിപ്പിക്കുകയാണ്, ദൈവദൂതന്മാർ വന്ന് അവനെ അബ്രാഹത്തിൻ്റെ മടിയിലേക്ക് സംവഹിച്ച്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ലോക ജീവിതത്തിനും അപ്പുറത്ത് നമുക്കൊരു ജീവിതമുണ്ട്. മരണത്തിനും അപ്പുറത്ത് നമുക്കൊരു ജീവിതമുണ്ട്. അങ്ങോട്ട് രാജകീയമായി നമ്മളെ സ്വീകരിക്കുന്ന ഒരു സ്വർഗസ്വനായ പിതാവും നമുക്കുണ്ട്. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 2801-ാം ഖണ്ഡികയിൽ ഇതിനെക്കുറിച്ച് നാം വായിക്കുന്നത് എങ്ങനെയാണ്? പിതൃഭവനമായ സ്വർഗമാണ് നമ്മുടെ യഥാർത്ഥ സ്വദേശം. അങ്ങോട്ടാണ് നാം യാത്ര ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ നാം അതിൻ്റെ ഭാഗമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വർഗം, പിതാവിനോട് കൂടെയുള്ള ജീവിതം, ഇത് ഒരു വലിയ രഹസ്യമാണ്. എനിക്ക് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും ഞാൻ നിങ്ങളും അതിനുവേണ്ടി സ്വപ്നം കണ്ട് ജീവിക്കണം. കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 9-ാം തിരുലിഖിതം എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ഇന്ന് വരെ ആസ്വദിച്ചിട്ടില്ലാത്തതുമായ ഒരു വലിയ രഹസ്യത്തിൻ്റെ, ഒരു വലിയ അനുഭവത്തിലേക്ക് നിങ്ങളുടെ ദൈവം നിങ്ങളെ സ്വീകരിക്കുക തന്നെ ചെയ്യും. ദൈവവചനം ഉറപ്പ് തരുന്നൊരു യാഥാർത്ഥ്യമാണ്. ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ മനസ്സിനെ അന്ധമാക്കി വെച്ചിരിക്കുന്ന, ഈ യാഥാർത്ഥ്യം അറിയാനും അംഗീകരിക്കാനും പറ്റാത്ത വിധം നമ്മുടെ മനസ്സുകളെ അന്ധമാക്കി വെച്ചിരിക്കുന്ന എല്ലാ അന്ധതയുടെ കെട്ടുകൾ അഴിയട്ടെ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ഈ ദൈവമക്കളെ ആരെങ്കിലും സാത്താൻ കണ്ണ് കുരുടാക്കി സ്വർഗത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നിന്ന് അകറ്റിക്കളഞ്ഞ് ഈ ലോകത്തിലെ കാര്യങ്ങളിൽ പൂണ്ടുപോകത്തക്കവണ്ണം വേർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ എല്ലാ സാത്താന്യ പീഡകളും യേശുനാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, സ്വർഗദേശത്തെക്കുറിച്ച്, ഞങ്ങളുടെ യഥാർത്ഥ രാജ്യത്തെക്കുറിച്ചുള്ള തിരിച്ചറിവിനാൽ പരിപൂരിതരാക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്.
വസിക്കുന്ന ദൈവം സ്നേഹത്തിൻ രൂപത്തിലായി മാംസമായി മാറുന്ന രക്തമായി തീരുന്ന ത്യാഗത്തിൻ രൂപമിതാ. കൂടെ വസിക്കുന്ന ദൈവം സ്നേഹത്തിൻ രൂപത്തിലായി മാംസമായി മാറുന്ന രക്തമായി തീരുന്ന ത്യാഗത്തിൻ രൂപമിതാ. കൈകൾ കൂപ്പാം, ഹൃദയങ്ങൾ ചേർക്കാം, ഈശോയെ ആരാധിക്കാം. നിത്യവിശുദ്ധമീ സ്നേഹത്തിൻ ഭാവമേ എന്നെന്നും ആരാധിക്കാം. കൈകൾ കൂപ്പാം, ഹൃദയങ്ങൾ ചേർക്കാം, ഈശോയെ ആരാധിക്കാം. നിത്യവിശുദ്ധമീ സ്നേഹത്തിൻ ഭാവമേ എന്നെന്നും ആരാധിക്കാം. സങ്കീർത്തന പുസ്തകത്തിൽ 34 അധ്യായം 18 തിരുലിഖിതം. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. 145 സങ്കീർത്തനത്തിൽ 16 തിരുലിഖിതം. കർത്താവ് കരം തുറന്നു കൊടുക്കുന്നു, എല്ലാവരും സംതൃപ്തരാകുന്നു. യേശയ്യ 57:15. അനുതാപികളുടെ ഹൃദയത്തെയും വിനീതരുടെ ആത്മാവിനെയും നവീകരിക്കാൻ ഞാൻ അവരുടെ കൂടെ വസിക്കുന്നു. 2 കരങ്ങളും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തി പ്രിയപ്പെട്ട ദൈവമക്കളെ, വലിയ എളിമയോട് കണ്ണുനീരോടും കൂടെ യേശുവിനെ വിളിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. തകർന്ന കുടുംബങ്ങളിലേക്ക് അത്ഭുത ശക്തിയോടെ അവിടുന്ന് വരണമേ. വേദനിക്കുന്ന ഹൃദയങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. രോഗികളിലേക്ക് എഴുന്നള്ളി വരണമേ കർത്താവേ. ഇപ്പോൾ സ്പർശിക്കണമേ, അത്ഭുതങ്ങൾ ചെയ്യണമേ കർത്താവേ. കാലങ്ങളായ അന്ധകാരത്തിൽ അമർന്നുപോയ കുടുംബങ്ങളെ രക്ഷിക്കണമേ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ അന്ധകാര കോട്ടകൾ ഇപ്പോൾ ഛിന്ന ഭിന്നമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, യേശുവേ ആരാധന. കൈകൾ കൂപ്പാം, ഹൃദയങ്ങൾ ചേർക്കാം, ഈശോയെ ആരാധിക്കാം. നിത്യവിശുദ്ധമീ സ്നേഹത്തിൻ ഭാവമേ എന്നെന്നും ആരാധിക്കാം. ഞാൻ കോട്ടയം ജില്ലയിലെ ഉഴൂരിൽ നിന്നാണ് വരുന്നത്. 2.5 വർഷത്തോളമായി അൾസർ എന്നൊരു രോഗം മൂലം എനിക്ക് ഒന്നും കഴിക്കാൻ തന്നെ പറ്റത്തില്ല. അത് ഭക്ഷണം ഇറങ്ങിപ്പോകുന്നത് മുഴുവൻ നേരം എങ്ങനെയൊക്കെ ഇറങ്ങിപ്പോകുന്നു അത്രയുടെ മുഴുവൻ എരിച്ചിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒന്നും കഴിക്കാനായിട്ട് പറ്റത്തില്ലായിരുന്നു. അപ്പോൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ മിക്ക ദിവസവും തന്നെ തലകറക്കം, കാരണം ഒന്നും രാവിലെ കഴിച്ചിട്ടുണ്ടായിരിക്കുകയില്ല. ഒന്നും കഴിക്കാനായിട്ട് പറ്റത്തില്ലാത്തൊരവസ്ഥ. എന്നോട് പലപ്പോഴും ഞാൻ ഭക്ഷണം ഉപേക്ഷിക്കുകയായിരുന്നു. അങ്ങനെ ഇരുന്ന അവസരത്തിലാണത് എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ വീട് ഇവിടെ മണ്ണാർക്കാടാണുള്ളത്. അപ്പോൾ ആൻറ്റി ഇങ്ങനെ പറഞ്ഞു, ഒട്ടായിൽ അച്ഛൻ്റെ അഭിഷേകാഗ്നി പ്രോഗ്രാം നേരിട്ട് വന്ന് ഇവിടെ കൂടുക, നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കണം എന്നും കൂടി എന്നോട് പറഞ്ഞിരുന്നു. അങ്ങനെ യേശുവിൽ പരിപൂർണമായിട്ടും വിശ്വസിച്ച് ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാൻ വീട്ടിൽ ചെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാന്താരിമുളക് പച്ചയ്ക്ക് കടിച്ച് തിന്നിട്ട് പോലും കൂടി ഉണ്ടാകണില്ല. അത്രമാത്രം ഹീലിംഗ് കൊടുത്ത് കർത്താവ് പരിപൂർണ സൗഖ്യം കൊടുത്ത് അങ്ങോട്ട് അനുഗ്രഹിച്ച്. അതുകൊണ്ട് ഇനി വല്ല എരിച്ചിൽ വരുമെന്ന് അറിയാൻ വേണ്ടി മുളക് എടുത്ത് കരച്ച് കടിച്ചരച്ച് നോക്കി, എന്നിട്ട് എരിയണില്ല. കൈകൾ ഉയർത്തിയടിച്ച് കർത്താവിനെ ആരാധിക്കാം. യേശുവേ ആരാധിക്കാം.